അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ കോവളം ഹവ ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഹവ ബീച്ചിലാണ്. ഇത് നമ്മൾ മെയിനായിട്ടുള്ള ഒരു എൻട്രൻസ് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയാണ് കേട്ടോ. അതായത് കടൽ നല്ല കോപിച്ച് നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് വെള്ളമെല്ലാം കടൽ വെള്ളം എല്ലാം ഇങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുവഴി ഞാനിതിനു മുമ്പ് ഒരു 3 വർഷത്തിന് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ ഈ കോവളം ഹവ ബീച്ച് തന്നെയാണ്. പക്ഷേ അതിന് മുൻപ് പലതവണ ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇങ്ങനെ കടൽ ഇത്രയും കോപിച്ചിട്ടില്ല കേട്ടോ. അതായത് നല്ല ശാന്തമായിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ അതായത് നമ്മൾ 2026 ഞാനിങ്ങനെ ഈ പോകുന്ന സമയത്ത് കടൽ നല്ലതുപോലെ കോപിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അധികം വിനോദസഞ്ചാരികളോ അങ്ങനെ ഞാൻ പോയത് ഒരു ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഉച്ച സമയത്ത് എനിക്ക് അധികം അങ്ങനെ ഈ ഭാഗത്തൊന്നും അധികം കാണാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ മറു സൈഡിലായിട്ട് ഒരുപാട് പേര് അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും കടലൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ മറു സൈഡിൽ തന്നെ പോകാമെന്ന് കരുതി. പക്ഷേ എങ്കിലും ഈ സൈഡിൽ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല പോലത്തെ വലിയ തിരയാണ് കേട്ടോ. അത് ഇങ്ങനെ തിര കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കരയിൽ കയറി വരും കേട്ടോ. ഞാൻ ആ തിരക്കൊന്ന് കാണിച്ചു തരാമേ. അതുകൊണ്ടാണ് അധികം ആരെയും താഴെ ഈ കടലിൻ്റെ ആ ഫസ്റ്റ് തിര വരുന്നില്ല ഈ ഭാഗത്തൊന്നും ആരെയും ഇറക്കാത്തത് കേട്ടോ. കാര്യം ശക്തമായിട്ടുള്ള വലിയ തിരകൾ വന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ മുകളിൽ കയറ്റും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളിനെ വലിയൊരു തിര വരാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ നിൽക്കുന്ന ആളിനെ അടിച്ചും മറിച്ചൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരവിടെ ഒന്നും നിർത്തത്തില്ല. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വലിയ ഒരു തിര വരുന്നത് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ അത് മാത്രമല്ല വെച്ചെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ഹവ ബീച്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം അല്ലേ, വിനോദസഞ്ചാരികളൊക്കെ നല്ല അടിച്ചു പൊളിക്കുന്നതാണ്. അത് ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഇത് ഈ കരയിൽ ആ തിര വന്നിങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുത്തെ നമ്മളെ കാഴ്ചകളൊന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ആളുകളൊക്കെ ഇങ്ങനെ ഓടാണ് കേട്ടോ. അത് വലിയ തിരയാണ് കേട്ടോ. വലിയ തിര നമുക്ക് പറയാൻ പറ്റാത്ത ഞാനും കുറച്ച് നമ്മളിങ്ങനെ കരയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് മാറിയാണ് നിന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ മറു സൈഡിലായിട്ട് അപ്പുറത്തെ കാഴ്ചയിലൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് അറിയാം നല്ലപോലെ കോപിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കൂട്ടുകാർക്ക് ഈ കടൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ. നമ്മളവിടെ പോയി കാണുന്ന സമയത്ത് തന്നെ കടൽ കണ്ടാൽ മതി, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇത് ഇവിടെ കൂടെ കിടന്ന കേട്ടോ ഈ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കടൽ കോപിച്ച് ഇങ്ങനെ ഇത്ര ഇതുണ്ട് നല്ല ശക്തമായി കോപിച്ച് നിൽക്കുന്നതുകൊണ്ട് ബോട്ട് സർവീസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ 2 കുഞ്ഞുങ്ങൾ കേട്ടോ, അവർ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനത് ഈ മറു സൈഡിൽ നിന്ന് പിടിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ശക്തമായിട്ടുള്ള തിര വരുന്നത്. അപ്പോൾ അങ്ങനത്തെ വരുന്ന തിരകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നമുക്കിനി മെയിനായിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം കൂടെ കേട്ടോ. അതായത് നമുക്കത് ഈ ഭാഗങ്ങളെല്ലാം നല്ല പക്കയായിട്ട് കാണാൻ പറ്റിയ ഒരു ചെറിയ ഒരു കയറ്റം, ഒരു കുന്നു പോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വഴിയാണ് ഞാനിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ലപോലെ ഇച്ചിരി ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. ആ ഒരു പാറക്കെട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ നല്ലപോലെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരു വേലി അവിടെ അവർ തീർത്തിട്ടുണ്ട്. അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം നമുക്ക് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് കൂട്ടുകാർ അവിടെ വന്ന് ഇങ്ങനെ അതേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്ന് നല്ല അടിച്ച് പൊളിച്ചത് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ മാക്സിമം ആൾക്കാരെയൊക്കെ നമ്മളെ ഈ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാറകളിലൊക്കെ നമ്മളെ ഈ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, നമ്മളെ ഈ ചിപ്പി എന്നൊക്കെ പറയില്ലേ, അത് ഒത്തിരി ഉണ്ട് കേട്ടോ. കുഞ്ഞാണ്. അപ്പോൾ അതെങ്ങനെ നിൽക്കുന്നത് ഈ പാറയുടെ സൈഡിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ഇതിനിടയ്ക്ക് കപ്പൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നോർമലായിട്ട് ഒന്ന് സൂം ചെയ്യാതെ നമ്മൾ സാധാരണ രീതിയിലുള്ള ജസ്റ്റ് ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊക്കെ നല്ലപോലെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത്രത്തോളം ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. അതായത് ഈ ഇട സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇത് അങ്ങ് ദൂരെ കേട്ടോ. ഇത് സൂക്ഷിച്ച് നോക്കണേ, ഒരു കപ്പൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പോൾ ഞാനത് മാക്സിമം അതിനൊന്ന് സൂം ചെയ്ത് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർ നിങ്ങൾക്ക് കടൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
അപ്പോൾ ഇനിയാണ് ഞങ്ങളെല്ലാം കൂടെ അടിച്ചു പൊളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര സമയം നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു. അപ്പോൾ അതിനുശേഷം കുഞ്ഞുങ്ങളോട് ഞാൻ ഇങ്ങനെ ഈ കടലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് തയ്യാറെടുത്ത് വന്നതല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ആ ഒരു പേശ മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പേശയും ഒരു ഷർട്ടിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബെർമുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കരയിലൊക്കെ നിന്ന് കറങ്ങിയിട്ട് അങ്ങ് പോകാൻ നേരി വന്നതാണ് കേട്ടോ. അപ്പോഴത്തേ അങ്ങനെ കടലിൽ അങ്ങനെ ഇറങ്ങിയത് അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തത് അങ്ങനെ ചുമ്മാ അങ്ങനെ നിന്ന് അവസാനം നനഞ്ഞ് ഞാനും കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞ് പിന്നെ അങ്ങ് കുളി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഇത്ര വരുമ്പോഴത്തേക്കിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തിരയിലേക്ക് ഒന്ന് ഇരുന്ന് പതുക്കെയൊക്കെ തുടങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാം പറഞ്ഞല്ലേ. ഹായ് പറ അങ്ങനത്തെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കടലിൽ നിന്ന് കര കയറി കേട്ടോ. കൂട്ടുകാരപ്പത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക.